ഒരു ചെറിയ നീണ്ട യാത്രയ്ക്കും 3-4 ദിവസത്തെ സ്കൂൾ ഓഫീസ് അവധികൾക്കും ശേഷം നമ്മൾ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. സമയം 6:30 ആയിട്ടോ. അങ്കുവിനെ ടിഫിൻ സ്കൂളിൽ പോകാനുള്ളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കു എഴുന്നേറ്റ് ഫ്രണ്ടിൽ വീണ്ടും വന്ന് കിടന്നുറങ്ങുക. 6:30 ആയി, അവനെ കുത്തി പൊക്കട്ടെ. അപ്പം നമ്മൾ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന കുറേ തുണികൾ, ഒരു കുന്നു തുണി കഴുകുണ്ടോ. ഇതിന് മുന്നേയും കുറച്ച് തുണികൾ കിടപ്പുണ്ടായിരുന്നു. ഇതും കൂടെ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതെല്ലാം ഇന്നിന് ചെയ്യണം. അപ്പോൾ അവൻ്റെ ടിഫിനിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതേ തക്കാളി ചട്നി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് പയറ്, നമ്മുടെ ചെറുപയർ ദോശ കേട്ടോ. ശരിക്കും ഞങ്ങൾ പോകുന്നതിന് അത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് അന്ന് അരച്ച് വെച്ച് ഞങ്ങൾ ഉപയോഗിക്കാതിരുന്ന ചെറുപയറിൻ്റെ മാവുണ്ടായിരുന്നു. അതെന്തായാലും രക്ഷപ്പെട്ടു. അവൻ എന്തായാലും ടിഫിനും ആവും, ഞങ്ങൾക്കും വല്ലതും ഖാന വീട്ടിലെ വല്ലതും കഴിക്കാമല്ലോ. അതായത് നമുക്ക് തിരിച്ചു വന്നിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ ആണല്ലോ കൂടുതലും ഇഷ്ടം വീട്ടിൽ നിന്ന് കഴിക്കാൻ. അപ്പോൾ ഇതെന്തായാലും ഉണ്ടായി. എനിക്കും രാവിലെ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വല്ലതും കഴിക്കണമെന്നൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ടായിരിക്കണം എന്തായാലും ഇത്രയും തക്കാളി ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. അവന് സ്വീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അൽവാർ പേടയാ. പേടയല്ല കേട്ടോ, പറ്റീസ എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ സോൻ പാപ്പടിയുടെ ഒരു ടൈപ്പാണ്. അതിന് 2 വെച്ച് കൊടുത്തു. എന്തെങ്കിലും ഒരു സ്വീറ്റ് ആട്ടെ. പിന്നെ നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ചട്നിയും. അങ്ങനെ അവൻ്റെ ടിഫിൻ ബോക്സ് സെറ്റ്. സാധാരണ യാത്ര കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡും ചായയും എന്തായാലും കൊടുത്തു വിടുന്നത്. പക്ഷേ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ടിഫിൻ ബോക്സാണ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുണി കഴുകാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് തുണി കഴുകാൻ ആദ്യം ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ടേ നല്ലതായിട്ട് തുണി ഉണങ്ങാൻ കുറച്ച് പാടാണ്. ഇന്നും കുറച്ച് മഴക്കോളുണ്ടെങ്കിലും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് തുണി കഴുകിയേ പറ്റൂ. യൂണിഫോമും അല്ല, അല്ലെങ്കിൽ കുന്നുപോലെ കൂടും. 2-3 ദിവസം ആയാലോ നമ്മൾ കിച്ചണിലൊക്കെ കയറിയിട്ട്. അപ്പം നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇത് ഞാൻ നമ്മുടെ ടൗൺഷിപ്പിലെ ബൊട്ടിക്കിൽ നിന്ന് വാങ്ങിച്ച ഒരു സൂട്ടാട്ടോ. സൂട്ടല്ല, ഒരു കോട്ട് സെറ്റ് എന്ന് പറയാം. നമുക്ക് താഴെ ഒരു സിഗരറ്റ് പാൻറ് ടൈപ്പ് ഒരു പാൻറ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ വളകളും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് ലാക്ഷൂടി ആട്ടോ. ഈ സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ സാവൻ മാസമാണ്. ഇവിടെ തീജ് എന്നൊരു സെലിബ്രേഷൻ ഉണ്ട്. ആ സമയത്താണ് ഇവർ ഇത് കൂടുതലിട്ട് ഡാൻസും ഊഞ്ഞാലാട്ടവും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മുടെ ഈ സൂട്ടും, ഇതിൻ്റെ ഒരു മെറൂൺ സൂട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ആ മെറൂൺ അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ബ്ലാക്ക് വാങ്ങിച്ചത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചു ഇതുപോലത്തെ ഒരു സൂട്ട് എനിക്ക് റിലയൻസിൽ നിന്ന് വാങ്ങിച്ച ഒരു കുർത്തി ഉണ്ടായിരുന്നു, സൈഡിൽ സ്ലിറ്റ് ഒക്കെ ഉള്ളത്. ഇത് പക്ഷെ കുറച്ച് ലെങ്തിയാണ്, സൈഡിൽ സ്ലിറ്റ് ഒന്നും ഇല്ല. ഇരിക്കട്ടെ, ഡ്രസ്സല്ലേ, കുഴപ്പമില്ല, കോട്ടണാണ്. ഞാനിവിടെ സാവൻ എന്ന് പറഞ്ഞല്ലോ. ഈ സമയത്ത് നമ്മുടെ മെയ്ഡിന്റെ ഞാൻ കാണിച്ചു തരാം. കാലൊക്കെ കണ്ടോ മെഹന്തി ഇട്ടേക്കുന്നത്. ഇവർ ഈ കയ്യിലും കാലിലും ഒക്കെ മെഹന്തി മായാതെ ഈ മാസം ഇടുന്നത് ഭയങ്കര ഭാഗ്യമാണെന്നാ പറയുന്നത്. ലക്കാണ്. അതുപോലെ തന്നെ ഗ്രീൻ ഡ്രസ്സും ഗ്രീൻ പൊട്ടും പച്ച കളറിലെ അതൊക്കെ ശുഭമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജോലി അതിനെക്കുറിച്ച് കുറേ ക്ലാസ് ഒക്കെ തന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. നമ്മുടെ നാടൻ ഗരം മസാല ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സെറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ആറിയതിന് ശേഷം കേട്ടോ. വേറൊന്നിനും അല്ല, നമ്മുടെ ടൈഗർ ബയ്യ എടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ. നമ്മൾ ഇത്രയും നാൾ ഞാൻ വെജിറ്റേറിയനാണ് കഴിച്ചത് കേട്ടോ. അവർ മട്ടനൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ മട്ടൻ കഴിക്കത്തില്ല, എനിക്ക് അലർജിയാണ്. മട്ടൻ ഞാൻ കഴിച്ചില്ലായിരുന്നു. മുട്ട എങ്ങാണ്ട് രാവിലെ എങ്ങാണ്ട് കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ചിക്കൻ കറി വെച്ചേക്കാന്ന്. അപ്പോൾ ജസ്റ്റ് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ചിട്ട്, പിന്നെ നമ്മുടെ വലിയൊരു വെളുത്തുള്ളി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒക്കെ നമ്മുടെ സവാളയും തക്കാളി എല്ലാം കൂടെ വഴറ്റിയിട്ട് ഒരു നാടൻ സ്റ്റൈലിൽ. ഇത് ശരിക്കും നാടൻ കോഴിയാണ് പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് പുറത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം തൂട്ട് തട്ടിയിട്ടിട്ട് അടച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ട് ആ കാണിച്ചതേ ചേർത്തോളൂ. ഇനി ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ അടച്ച് വേഗം വെച്ച്. കുറച്ച് ടൈം എടുക്കും ഇത് വേഗം. നാടൻ കോഴിക്ക് കുറച്ച് വേഗം കൂടുതൽ. എല്ലും കുറച്ച് പ്രശ്നമാണ്. ഒരാക്കേക്ക് എല്ലാം അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ. ഒരു ഗീ റൈസ് പോലെ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കൂടെ പുരട്ടി കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഒക്കെ ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് ഒരു സവാള ഒന്ന് വഴറ്റി. സോന മസൂരി റൈസാണ് കേട്ടോ. അത് ജസ്റ്റ് വെറുതെ ചോറ് വെച്ച് ഊറ്റുന്നതിനെ കട്ട് ചെയ്താകുമ്പം ഒരു ഗീ റൈസ് ടൈപ്പും ആവും. വേറെ കറിയൊന്നും വേണ്ട, ഒരു തൈരങ്ങളും മതി. ചിക്കൻ കറിയും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ കുക്കർ അടച്ചു. ഒരു 3 വിസിലൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ വേഗം അനുസരിച്ച്. സോന മസൂരിക്ക് ഇച്ചിരിയുടെ വേഗമുള്ളതുകൊണ്ട് ഒരു 3 വിസിലോളം ഞാൻ കൊടുത്ത് ആവിയൊക്കെ മാറിയിട്ട് കണ്ടോ. സാധാരണ ചോറിനെക്കാട്ടി നല്ല ഒരു ഗീയുടെ ടേസ്റ്റും വരും. ഈ ചിക്കൻ കറിയുടെ കൂടെ ഇത് നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കരലും ഒക്കെ ഉള്ള ചിക്കനായിരുന്നു കേട്ടോ. ഒരാക്കേക്ക് കരളൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാനത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു. പിന്നെ തൈരും. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ സെറ്റാക്കി. കുറച്ച് സാധനങ്ങൾ നമ്മുടെ ശർമാജിയുടെ കടയിൽ പറഞ്ഞു. ഇഞ്ചി, തേങ്ങ, തലയിൽ തേക്കുന്ന പാരച്ചൂട്ടിൻ്റെ എണ്ണ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ വീട്ടിൽ ഈ മഴക്കാലത്ത് വന്ന ഒരു അതിഥിനെ കാണിച്ചു തരാം. കുറേ നേരമായിട്ട് അത് അവിടെ ഇരിക്കുക. നേരാക്കെ രാവിലെ ഓഫീസിൽ പോയപ്പോൾ തൊട്ട് അത് അവിടെ ഇരിക്കുക. അത് പോകുന്നില്ല. ഇതാണ് സംഭവം കണ്ടോ. ഒരു തവളയാണോ മാക്രിയാണോ എനിക്കറിയത്തില്ല. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല. ഇത് നമ്മുടെ ദേഹത്തോട്ട് മൂത്രമൊഴിച്ച് തരും. ചിലപ്പോൾ ചാടും. എനിക്കത് വല്ലാണ്ട്. അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ സൂം ചെയ്തെടുത്തേ ഉള്ളൂ. നമ്മുടെ ജെയ്ഡ് പ്ലാന്റിൻ്റെ താഴോട്ട് ഇരിക്കുമായിരുന്നു അത്. ഇന്ന് ഞാൻ ഒരു ഹോട്ട് മിൽക്ക് ബ്രൗണി
കാണിച്ചു തരാം കേട്ടോ. സിമ്പിൾ ആണ്, വളരെ ടേസ്റ്റി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ 1.5 കപ്പ് ആട്ട എടുത്തിട്ട് 1/2 കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടെ ഇടഞ്ഞ് മാറ്റി വെച്ചു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഉണ്ടായിരുന്നേ. നമുക്ക് 2 മുട്ട ജസ്റ്റ് ഒന്ന് ഇളക്കി, അത് മിക്സിയിലൊന്നും അടിക്കണ്ട. അതിനുശേഷം ഞാൻ 1 കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. വീണ്ടും കൈവച്ച് ഇളക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി അതിലേക്ക് നമ്മുടെ പൊടി തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ ഒരിക്കൽ ഇതൊക്കെ റൂം ടെമ്പറേച്ചർ ചേർത്താൽ മതി. അതിനുശേഷമാണ് നമ്മൾ തിളച്ച പാല്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഹോട്ട് മിൽക്ക് ഉണ്ടോ പുക വന്നത്, അത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഒരു ടെൻഷനും അടിക്കേണ്ട, ഒരു പ്രശ്നവും വരത്തില്ല. ഡ്രൈ ഇൻഗ്രീഡിയന്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അഥവാ കട്ട കെട്ടിയൊക്കെ തോന്നുവാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, ഞാൻ കാണിച്ചു തരാതെ. ട്രേ ഗ്രീസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മാവ് ഒഴിക്കുക, ടാപ്പ് ചെയ്യുക. ഞാൻ നമ്മുടെ മൈക്രോവേവിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്തു കേട്ടോ. ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്തു 150 ഡിഗ്രിയിൽ. എൻ്റെ അവൻ്റെ ടെമ്പറേച്ചർ അതാണ്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. 150ൽ 40 മിനിറ്റ്സ് ആണ്. ഞാൻ ബ്രൗണി ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഒന്നും എനിക്ക് പറയാനില്ല ഇതിനെക്കുറിച്ച്. ഇത് ബാക്ക് സൈഡൊക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പീസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. അതൊക്കെ നിങ്ങൾക്ക് വെന്തോ എങ്ങനെയായിരിക്കും, അഥവാ നമ്മുടെ കിണ്ണിയപ്പം പോലെ ആയി പോയെന്നൊക്കെ ടെൻഷൻ ആയിരിക്കും. ഇല്ല, ദേ നോക്കിയേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രൗണി പോലെ തന്നെ ഇല്ല, ആ ചോക്ലേറ്റിൻ്റെ ഒരു സ്ട്രൈപ്സും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതായത് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ചായയുടെ കൂടെ ഒക്കെ, എനിക്ക് അത്ര ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, എങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ആരും പറയണ്ടല്ലോ, ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ മുകളിൽ ചോക്ലേറ്റ് ഗണേഷൊക്കെ വെച്ച് അലങ്കരിച്ച് കിടിലം ബ്രൗണിയാണ് നമ്മുടെ ഹോട്ട് മിൽക്ക് ബ്രൗണി. അപ്പോൾ ഇവിടെയും ഓണത്തിന്റെ വരവൊക്കെ തുടങ്ങി കേട്ടോ. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ തൊപ്പിപ്പൂ, എന്താ ഈ പൂവിന് പറയുന്ന തരത്തിൽ നമ്മളിങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സൈസിലെ പൂവില്ലേ, ആ പൂവൊക്കെ നമ്മുടെ ജനലിൽ കൂടെ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ ഓണത്തിന്റെ ഒരു ഇത് വന്ന് നമ്മൾ രാത്രി വന്ന ഉടനെ തന്നെ ഇച്ചിരി അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ അരച്ച് വെച്ചിട്ട് ഡിന്നറിന് നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും കേട്ടോ. എനിക്കിത് കഴിക്കാൻ തോന്നി, തേങ്ങാ ചട്നി ഇഡ്ഡലിയും. അപ്പോൾ നമ്മുടെ ഓറഞ്ചിന്റെ അപ്ഡേറ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങൾ പോയി ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് പോയതാണ്. ആ സമയത്ത് ഞാൻ നമ്മുടെ ഓറഞ്ച് മരത്തിന്റെ അടുത്തൊക്കെ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എത്ര ആയി, എങ്ങനെയായി, ഇതിന് വലിയ വളർച്ചയൊന്നും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. മെല്ലെ മെല്ലെ അത് വളർന്നു വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എങ്ങനെയും എനിക്കൊന്ന് ഒക്ടോബർ ആവും, തണുപ്പ് സമയം തുടങ്ങുമ്പോഴാണ് അതെനിക്ക് തോന്നുന്നത് മഞ്ഞ കളറിൽ ഓറഞ്ചായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയും പിടിച്ചിട്ടുണ്ട്, തുളസിയുണ്ട്. നമ്മുടെ മിറ്റത്തില്ലെങ്കിൽ കുറച്ച് മാറി കുറേ നന്ദിയാർവട്ട പൂവുണ്ട്. പിന്നെ തെച്ചിപ്പൂ പോലത്തെ നമ്മുടെ ആ ജനലിൽ കൂടെ നോക്കുന്ന ഈ പൂവുണ്ട്, ഇച്ചിരി കറയുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ പിട്ടൂണിയ നല്ല ഈ പൂവിന്റെ പേര് കേട്ടോ, അതല്ലെന്ന് ആരോ നമ്മുടെ ബ്ലോഗ് കണ്ടവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെന്നേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ട്രിപ്പ് ജസ്റ്റ് ജോധ്പൂർ വരെ ഒന്ന് പോയി രാജസ്ഥാനിൽ. പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പോയി. ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പോയി ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പം നമ്മൾ ഇറങ്ങിയ ഉടനെ നല്ല പെരുമഴയായിരുന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയും അറിയത്തില്ല, മഴ മാറിയിട്ടേ മഴയില്ലാത്ത ലക്ഷണം. ഇതാണ് ഇപ്പോഴത്തെ മഴ ഇവിടുത്തെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഹിമാചലിലോട്ടൊന്നും പോകാത്തത് കേട്ടോ. പിന്നെ ഡൽഹി ഗുഡ്ഗാവ് ഏരിയയിലോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല, സ്വാതന്ത്ര്യദിനമല്ലേ. അപ്പം നമ്മുടെ അവിടെ ബോർഡർ അടയ്ക്കും. അപ്പോൾ ഇന്ന് പോവാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.